ഹലോ, നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത് മീൻ അച്ചാറാണ്. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ കേര മീനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ഉണ്ടത്. കൊച്ചു പീസുകളാക്കി എടുത്തു. വേണ്ടത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് കടുക്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ നമുക്ക് പാചകം ചെയ്യാനുള്ള എണ്ണ. ഇവിടെ നമ്മൾ ഫിഷ് കഴുകി മുഴുവനും വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി, ഒരു കുഞ്ഞ് പീസ് എടുത്ത് വെച്ചതിൽ നിന്ന് ഒരു 8-10 അല്ലി വെളുത്തുള്ളി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ചെറിയ സ്പൂൺ, കുഞ്ഞ് സ്പൂൺ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കേര മീനിന് 1/2 കിലോ മീനിന് ആവശ്യമായ ഉപ്പ്, അതിൻ്റെ കൂടെ തന്നെ കടുക് നമുക്ക് ആവശ്യമുണ്ട് ഇതിന്. ഞാനൊരു 2 ചെറിയ സ്പൂൺ, ചെറിയ പിഞ്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ 2 പിഞ്ച് കടുക് എടുത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് പൾസ് ചെയ്തു. അതിനകത്തോട്ട് തന്നെ നമ്മൾ കുറച്ച് കേരമീനിന് ആവശ്യമായ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് അതൊന്ന് അടിച്ചെടുത്ത ഈ മസാല നമ്മൾ കേരയുടെ ചെറിയ കഷ്ണങ്ങളിലേക്ക് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. അങ്ങനെ അത് സെറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് സെറ്റ് ചെയ്യാൻ നമ്മൾ വെക്കണം. നന്നായിട്ട് കുറച്ച് നേരം ഇരിക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കടുകിൻ്റെയും ഒക്കെ സ്വാദ് മീനിൽ പിടിക്കും. ഈ സമയം കൊണ്ട് നന്നായിട്ട് പിടിച്ചോളൂ. നമ്മളൊരു 20-25 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാനങ്ങ് വെക്കുക. ഞാനത് അത്രയും നേരം എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു, മീൻ കേടാവണ്ട എന്ന് വെച്ച് അത് ലോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ടൊരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് പുറത്തെടുത്തു. ആ സമയം നമുക്ക് എണ്ണ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ല അത്യാവശ്യത്തിന് ആ മീൻ 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കത്തക്ക രീതിയിൽ നല്ലെണ്ണ ഒഴിച്ചു. അത് നല്ല ഫുള്ളിലാണ്, തീയിരിക്കുന്ന ഫുള്ളിലാണ്. ഈ സമയത്ത് ചൂടാകുമ്പോഴേക്ക് നമ്മൾ 2 പോർഷനായിട്ട് മീനിട്ട് തമ്മിൽ തൊടാത്ത രീതിയിൽ ഇട്ട് വറുത്ത് 2 സൈഡും വറുത്ത് നമുക്കെടുക്കാം. വറുത്ത് സെപ്പറേറ്റ് മാറ്റണം ഈ മീൻ. അത് ചെയ്യാം. അപ്പം ഫുള്ള് വെച്ച് നമ്മൾ മീൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് നേരത്തേക്ക് അത് ഇളക്കാതെ ഇടുക. അത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ പതിയെ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് അത് ഇത്തിരി സമയം എടുത്താലും ഇപ്പം എൻ്റെ ഫസ്റ്റ് പോർഷൻ ഫുള്ള് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള എണ്ണയിൽ ബാക്കിയിരിക്കുന്ന മീനും കൂടെ നമുക്ക് വറുത്തെടുക്കാം. മീനിൻ്റെ പീസിൽ ഒട്ടും ജലാംശമില്ലാതെ തന്നെ നമ്മൾ വറുത്ത് കോരണം. അത് അങ്ങനെ തന്നെ മൂപ്പിച്ചെടുക്കണം. കാരണം ഇത് അച്ചാറല്ലേ, അപ്പോൾ അത് കേടാവാൻ പാടില്ലല്ലോ. പിന്നെ 2 ദിവസം പുറത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനെ 1/2 കിലോ ഒക്കെ വയ്ക്കുമ്പോൾ 1/2 കിലോ മീനിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് അധിക ദിവസം ഇരിക്കില്ല. അതിനു മുമ്പ് അത് തീർന്നോളും. കുട്ടികൾ തന്നെ അത് കഴിക്കും. ബാക്കിയുള്ള എണ്ണയിൽ കുറച്ചും കൂടെ എണ്ണ ആഡ് ചെയ്യുകയാണ് ഞാൻ. അതിലേക്ക് ഈ ഒരുക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, മുളക് നമുക്ക് മുളകിന് പകരം കാന്താരി ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാന്താരി ഒരറ്റം പിളർന്നിട്ട് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് വഴറ്റാം. എനിക്ക് കാന്താരി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഉപയോഗിക്കുന്നത്. കാന്താരിയാണ് കുറച്ചുകൂടെ ഹെൽത്ത് വൈസും കാന്താരി തന്നെയാണ് നല്ലത്. വെളുത്തുള്ളി ഇതിലും കൂടുതലും എടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് വിനാഗിരി എടുത്ത് തിളപ്പിച്ച് ആറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ച് അവിടെ മാറ്റി നമ്മൾ ഈ സമയത്ത് വെക്കണം. ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഈ 3 സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചില്ലി പൗഡർ, മുളക് പൊടി അതിനകത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് മൂക്കട്ടെ. ഈ സമയത്ത് തന്നെ നമ്മൾ തിളപ്പിച്ച് ആറാൻ വെച്ചിരിക്കുന്ന വിനാഗിരി അത് ആറിയ ശേഷം അതിനകത്തോട്ട് 3 സ്പൂൺ ആണിപ്പോൾ, 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്. 1/2 കിലോ മീനല്ലേ ഉള്ളൂ. പിന്നെ ഈ കൂട്ടിനാവശ്യമായ കേരമീൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഉപ്പും കൂടെ നമ്മൾ ഈ കൂട്ടിൻ്റെ ആവശ്യത്തിനുള്ളത് ഇടുകയാണ്. ഇപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ ആ മീൻ ഫ്രൈ ചെയ്ത് വെച്ച മീനും ഇട്ട് നന്നായി യോജിപ്പിക്കുക.
നന്നായി യോജിപ്പിക്കുക. ഈ സമയത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം, പുളി ഉപ്പ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നോക്കുക. ഞാൻ ഇപ്പം നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ രണ്ടാമത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പുളിയും കുറവായിരുന്നു, അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നന്നായി കൂട്ടി യോജിപ്പിക്കുക. നന്നായി തണുത്തതിന് ശേഷമേ ഇത് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റാവുള്ളൂ. ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെ കൊള്ളാം. ചപ്പാത്തിക്ക് നമുക്ക് സൈഡായിട്ട് എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മീൻ അച്ചാർ ഇവിടെ റെഡി. താങ്ക് യു.